നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ദുരന്തത്തിന്റെ പദചലനം. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ നേപ്പാളിൽ പുലർച്ചെ വീണ്ടും തുടർചലനങ്ങൾ. മരണസംഖ്യ 5000 കടക്കുമെന്ന് നേപ്പാൾ സർക്കാർ. ഇതുവരെ കണ്ടെത്തിയത് 1800-ലധികം മൃതദേഹങ്ങൾ. ഇന്ത്യയിൽ മരണം 60. രക്ഷാപ്രവർത്തനം ഊർജിതം. നിലം പൊത്തിയ കെട്ടിടങ്ങൾക്കടിയിൽ ജീവന്റെ തുടുപ്പുകൾക്കായി തുടരുന്ന തിരച്ചിൽ. കാഠ്മണ്ഡുവിനെ കശക്കി എറിഞ്ഞ ദുരന്തത്തിൽ നിലം പൊത്തിയത് പൈതൃക സ്മാരകങ്ങളും. റിക്ടർ സ്കെയിലിൽ 7.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം 80 വർഷത്തിനിടെ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ശക്തമായ ചലനം. നേപ്പാളിൽ കുടുങ്ങിയ 500-ലധികം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി കേന്ദ്രം. ദുരന്തഭൂമിയിൽ രക്ഷയുടെ കരങ്ങളുമായി ഇന്ത്യ. ലോകമെങ്ങും നിന്ന് നേപ്പാളിന് സഹായ വാഗ്ദാനം. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും. വിജിലൻസിനെ പിടിക്കാൻ VS. ബാർക്കോഴയിൽ മന്ത്രി കെ ബാബുവിനെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം വൈകും. തുടർ നടപടി എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം മതിയെന്ന് ധാരണ. വെട്ടിലായത് വിജിലൻസ്. മന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യവുമായി വിജിലൻസ് ഡയറക്ടർക്ക് മൂന്നാമതും VSന്റെ കത്ത്. മജിസ്ട്രേറ്റിനു മുന്നിലെ മൊഴി മറ്റ് വെളിപ്പെടുത്തലുകളിൽ നിന്ന് വ്യത്യസ്തമെന്ന് കത്തിൽ VSന്റെ ആയുധം ലളിതാകുമാരി കേസിലെ സുപ്രീം കോടതി വിധി. മന്ത്രി മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതും ഇതേ വിധിയുടെ പശ്ചാത്തലത്തിൽ. സ്വരം മാറുമ്പോൾ കലഹമോ കാര്യമോ? മാറ്റത്തിന്റെ വഴിയിൽ CPM-ൽ എതിർപ്പിന്റെ സ്വരം. ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പാനലിനെ എതിർത്തത് 8 പേർ. ഔദ്യോഗിക പാനലിൽ എതിർവോട്ട് പാർട്ടിയിൽ അപൂർവം. VS, PK ഗുരുദാസൻ, വൈക്കം വിശ്വൻ എന്നിവരെ ഒഴിവാക്കിയ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഇടം നേടിയത് MM മണിയും KJ തോമസും TP രാമകൃഷ്ണനും. VS വിഷയത്തിൽ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയിൽ. ഭിന്നതകൾ പാർട്ടിയെ സജീവമാക്കുമെന്ന ന്യായത്തിൽ സീതാറാം യെച്ചൂരി. പക്ഷേ പാർട്ടി നിലപാടിനെ ധിക്കരിച്ചുള്ള കലഹം പോർക്കില്ലെന്നും CPM ജനറൽ സെക്രട്ടറി. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ട സാഹചര്യമില്ല. സാമ്പത്തിക നയത്തിൽ കോൺഗ്രസും BJPയും ഒരുപോലെ. ജനതാ പരിവാർ രൂപീകരണത്തെ അനുകൂലമായി കാണുന്നു എന്നും യെച്ചൂരി. തുരങ്കം വയ്പിലേക്ക് കരുനീക്കം. ലൈറ്റ് മെട്രോ പദ്ധതിക്ക് പാരയുമായി വീണ്ടും ധനവകുപ്പ്. സംസ്ഥാനത്തിന് വേണ്ടത് സ്വകാര്യ പങ്കാളിത്തത്തോടെ മെട്രോ എന്ന് വാദം. കരുനീക്കം പദ്ധതിയിൽ നിന്ന് E ശ്രീധരനെ ഒഴിവാക്കാൻ. ധനവകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് നൽകിയ നിർദ്ദേശത്തിനു പിന്നിൽ സ്വകാര്യ ഉദ്യോഗസ്ഥ ലോബിയുടെ സ്വാധീനമെന്ന് ആക്ഷേപം. മെട്രോ സാധ്യത ആരായാൻ ശ്രീധരനെ വിളിച്ചുവരുത്തുമെന്നും സൂചന. ലൈറ്റ് മെട്രോയ്ക്ക് വേണ്ടി DMRC തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് പാളിച്ചകൾ നിറഞ്ഞതെന്ന് ധനവകുപ്പിന്റെ പ്രചരണം. മെട്രോ സാധ്യതാ പഠനം നാറ്റ്പാക്കിന് നൽകണമെന്നും ആവശ്യം. കളികൾ തുടരുമ്പോൾ അനിശ്ചിതത്വത്തിലാകുന്നത് തലസ്ഥാനത്തിന്റെയും കോഴിക്കോടിന്റെയും ലൈറ്റ് മെട്രോ സ്വപ്നം. പദ്ധതി മുൻനിർത്തി റോഡ് വികസനത്തിന് സർക്കാർ നൽകിയത് 800 കോടിയുടെ അനുമതി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.